ഹായ് ഹായ് കുറച്ച് ദിവസമായിട്ട് IGTV പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകളുടെ തുടർച്ചയാണ് ഈ യൂട്യൂബ് ചാനൽ. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലാത്തവർക്കും കൂടെ കേൾക്കേണ്ട കണ്ടന്റ് ആണെന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പെൺകുട്ടിയായതുകൊണ്ട് കേൾക്കേണ്ടി വന്നിട്ടുള്ള കുറേ സോഷ്യൽ ക്രിറ്റിസിസം / ഒപ്പീനിയൻസ് ആൻഡ് അതിനകത്ത് ലോജിക്കില്ലായ്മയാണ് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ആവശ്യമില്ലാത്തടത്ത് കയറി അഭിപ്രായം പറയരുത്, അല്ലെങ്കിൽ ആണുങ്ങളുടെ സഭയിൽ കയറി അഭിപ്രായം പറയരുത് എന്ന് പറയുന്ന ആർഗ്യുമെന്റ്. ആണുങ്ങളുള്ളിടത്ത് പെണ്ണുങ്ങൾ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പെണ്ണിന്റെ ശബ്ദം പുറത്ത് കേട്ട് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടില്ലായിരുന്നു, സ്കൂളിൽ പോയിരുന്ന് പഠിക്കാൻ പറ്റില്ലായിരുന്നു, അല്ലെങ്കിൽ പൊതുനിരത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ലായിരുന്നു, കേരളത്തിലെ സീനാണെങ്കിൽ മാറി മറയ്ക്കാൻ പോലും പറ്റില്ലായിരുന്നു. സോ ഇഫ് യു ഹാവ് എൻ ഒപ്പീനിയൻ, മേക്ക് ഷുവർ ഇറ്റ്സ് ഹേർഡ്. മറ്റൊരു ആർഗ്യുമെന്റ്, നാളെ ഒരു വീട്ടിൽ ചെന്ന് കയറാനുള്ളതാണ്, സോ അടുക്കള കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നതാണ്. അതിന്റെ ഇംപ്ലിക്കേഷൻ, ആ പോയിന്റ് ഇംപ്ലൈ ചെയ്യുന്നത് നീ ചെന്ന് കയറുന്നത് ഒരാണുള്ള വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ആണിന്റെ വീട്ടിലായിരിക്കും, അവന് ഇതൊന്നും അറിഞ്ഞുകൂടായിരിക്കും. സോ നീ ആണ് ഇതെല്ലാം ചെയ്യേണ്ടത്, നീ ഇത് പഠിക്കണം എന്നാണ്. എന്തുകൊണ്ടാണ് ഈ വീട്ടുജോലി പെൺകുട്ടികൾ പഠിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് അവരുടെ ജോലി അകപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പ്രിറ്റി സ്റ്റുപ്പിഡ്. ആൺകുട്ടികളും പഠിച്ചിരിക്കണം, ആൺകുട്ടികളും അറിഞ്ഞിരിക്കണം. ഒരു കുടുംബജീവിതത്തിനാവട്ടെ, ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനാവട്ടെ, വീട്ടുകാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്, ആണായാലും പെണ്ണായാലും. സോ വൈ ഇസ് ഇറ്റ് എ വുമൻസ് ജോബ്? പ്രിറ്റി സ്റ്റുപ്പിഡ് ഇഫ് യു ആസ്ക് മീ. അതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു പെൺകുട്ടി വളർന്നു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ തീരെ പൊടിയായിരിക്കുന്ന സമയത്ത് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ടോയ്സ് മിക്കവാറും ബാബി ഗേൾസ് ആയിരിക്കും. അവയെ ഒരുക്കുക, മുടി കോതി കൊടുക്കുക, ഡ്രസ്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുന്ന കിച്ചൺ സെറ്റ് ആയിരിക്കും. അപ്പോൾ കൊച്ചുകാലം തൊട്ടേ നമ്മളിങ്ങനെ ഒരു ഡിവിഷൻ അവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ലൈക്ക് പെൺകുട്ടികളുടെ കളികളെല്ലാം ഇങ്ങനത്തതാണ്. പെൺകുട്ടികൾ പറമ്പിൽ പോയി കളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വീഡിയോ ഗെയിംസ് കളിക്കാൻ പാടില്ല, അവർ കളിക്കേണ്ടത് ഇങ്ങനെ കിച്ചൺ സെറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യമേ ആ ഡിവിഷൻ അങ്ങ് സെറ്റ് ചെയ്യുകയാണ്. വൈ ഡു യു ഡു ദാറ്റ്? കുട്ടിക്കാലത്ത് ഒരു പെൺകുട്ടിക്ക് ക്രിക്കറ്റ് ബോളും ബാറ്റും വാങ്ങിച്ചു കൊടുത്തു, മേ ബി ഷീ ബിക്കംസ് സ്മൃതി മന്ദാന. ഹു നോസ്? സ്മൃതി മന്ദാനയോ ഒരു മിത്തലി രാജോ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയും? പ്രോബ്ലം ഈസ് യു ആർ ബൈയിങ് ഹർ കിച്ചൺ സെറ്റ്. സ്റ്റോപ്പ് ഇറ്റ്. അടുത്ത പോയിന്റ് ഒരുപാട് ആൺകുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. അവൾക്ക് എല്ലാ ആവശ്യം വന്നപ്പോഴും ഞാനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാനായിരുന്നു കൂടെ, അവൾ വിളിക്കുന്നിടത്തെല്ലാം ഞാൻ ചെന്നതാണ്, എന്നിട്ടും അവൾ എന്നെ ഫ്രണ്ട് സോൺ ചെയ്തു എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ട് സോൺ ഡസന്റ് എക്സിസ്റ്റ്. നിങ്ങളെ ഒന്നുകിൽ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ല. ഇറ്റ്സ് പ്രിറ്റി സിമ്പിൾ. ഫ്രണ്ട് സോൺ എന്ന് പറയുന്നത് സ്വന്തം ചോയ്സസ് എടുക്കാൻ അവകാശമുള്ള ഒരു പെണ്ണിനെ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് തുല്യമാണ്. ലൈക്ക് യു ക്വസ്റ്റ്യനിങ് ഹർ റൈറ്റ് ടു സേ നോ. എന്ത് ഒബ്ലിഗേഷനാണ് നമ്മൾ ഒരാൾക്ക് നന്ദി ഉണ്ടാവുക എൻ്റയർലി ഡിഫറെന്റ് തിങ് ആണ്. നമ്മൾ ഒരാളെ സഹായിച്ചു എന്നതിന്റെ പേരിൽ അയാൾ നമ്മൾ റിലേഷൻഷിപ്പിലാവണം എന്ന് വാശി പിടിക്കരുത്. അത് ആ ആളിന്റെ ചോയ്സ് ആണ്. ഇഫ് യു ലവ് സംവൺ, യു ഷുഡ് റെസ്പെക്ട് ദ ചോയ്സ്. അല്ലാണ്ട് അവൾ എന്നെ ഫ്രണ്ട് സോൺ ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ അവളെ ആസിഡ് ഒഴിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവളെ തേപ്പ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കൂട്ടുകാരെ കൊണ്ട് തര വിളിപ്പിക്കുന്നത് doesn't seem fair. Don't do that. People have their choices. Respect their choices. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റാണ്, ലൈക്ക് ഒരു പെൺകുച്ചിനെ കുറിച്ച് പറഞ്ഞു വരുന്നതാണ്, അവളൊന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതി, അവളുടനെ തിരിച്ച് യെസ് പറഞ്ഞോളും എന്നുള്ളതിലേക്ക്. അത് അവളുടെ യെസ് പറയാനുള്ള ചോയ്സിനാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ നോ പറഞ്ഞാലും പ്രശ്നമാണ്, യെസ് പറഞ്ഞാലും പ്രശ്നമാണ്. സോ നോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സോൺ ചെയ്തു എന്ന് പറയും, യെസ് എന്ന് പറഞ്ഞാൽ പോക്ക് കേസ് എന്ന് പറയും. വാട്ട് ആർ ദേ സപ്പോസ് ടു ഡു ദെൻ? അടുത്ത പോയിന്റ്, മെലിഞ്ഞ പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു പോയിന്റാണ്, ഇങ്ങനെ ഇരുന്നാൽ മതി, വല്ലതൊക്കെ തിന്നൂടെ, ഒന്ന് തടി വെക്കണ്ടേ, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് കണ്ടുകൊതി. ഇത് ഖുഷ്ബു ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. ഖുഷ്ബുവിന്റെ സങ്കല്പം ഓഫ് എ വുമൺ, ആണിന് കണ്ടുകൊതിക്കാൻ എന്തെങ്കിലും വേണം എന്നുള്ളതിലേക്ക്. നോ, ഫസ്റ്റ് ഓഫ് ഓൾ ആണുങ്ങളെ ബോധ്യപ്പെടുത്താനല്ല ജീവിക്കേണ്ടത്. സെക്കൻഡ്, ലൈക്ക് നിങ്ങളൊരു പെൺകുട്ടിയെ മെലിഞ്ഞിരിക്കുന്നതിന്റെ പേര് കളിയാക്കുമ്പോൾ അവൾക്കും ആഗ്രഹം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അവളുടെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ കണ്ടീഷൻ കൊണ്ട് അവർക്ക് ഇത് പറ്റാത്തതാവാം. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ തടിച്ചിരിക്കുന്നതിന്റെ പേര് കളിയാക്കുകയാണെങ്കിൽ മേ ബി ഷീ ഹാസ് സം പ്രോബ്ലം. ലൈക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനുള്ള അനുഭവമാണ്. അവൻ കുറച്ച് നാളുകൾക്ക് ശേഷം കണ്ട അവൻ്റെ ഒരു ഫ്രണ്ടിനെ വല്ലാണ്ട് കളിയാക്കി, ലൈക്ക് ഭയങ്കരമായിട്ട് തടി വെച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി. ലൈക്ക് ഐ വാസ് ദെയർ, കോളേജസിന്റെ സമയത്തായിരുന്നു. ആൻഡ് അവനിത് കളിയാക്കുമ്പോൾ ആ കുട്ടി ഇൻസെക്യൂർ ആണെന്ന് കണ്ടിട്ട് ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, മരുന്നും എല്ലാം കഴിക്കാൻ, ലൈക്ക് ആന്റിബയോട്ടിക്സിന്റെ എല്ലാം റിയാക്ഷൻ ആണെന്ന് ചോദിച്ചാൽ ആ പുള്ളിക്കാരി പറഞ്ഞു PCOD പ്രശ്നമുണ്ട്, അങ്ങനെ ഒരുപാട് ആന്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വരും, അതിന്റെ പേരിലാണ് തടി വെച്ചത്. അപ്പോൾ അവന് വിഷമമായി.
അതേപോലെ കണ്ടീഷൻസ് ആൾക്കാർക്ക് ഉണ്ടാവാം, മെലിഞ്ഞിരിക്കുന്നതായാലും തടിച്ചായാലും. അല്ലെങ്കിൽ അവർ ദേ വുഡ് ബി ഹാപ്പി വിത്ത് ദെയർ ബോഡി. വൈ ആർ യു ക്വസ്റ്റ്യനിങ് ഇറ്റ്? ഓക്കെ, ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. അഥവാ ഒരു പെൺകുട്ടി പ്യൂബർട്ടി ആയ ശേഷം അവളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പുസ്തകം കൊണ്ട് ഇങ്ങനെ മറച്ച് പിടിച്ച് നടക്കണം, അല്ലെങ്കിൽ ഒരു ഷോളിട്ട് മറച്ച് നടക്കണം എന്നുള്ളത് അവളെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. പക്ഷെ ഒരു പെൺകുട്ടിയെ നിനക്കുള്ള ശരീരഭാഗങ്ങൾ മറച്ചു വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ നിനക്ക് എംബാരസ്മെന്റ് ഉണ്ടാക്കുന്നതാണ്, യു ഷുഡ് ബി അഷെയിംഡ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കൾച്ചറിന് ഒരു പ്രശ്നമുണ്ട്. ഇറ്റ്സ് ഹെർ ബോഡി, അവൾ അതിനെ സ്നേഹിക്കേണ്ടതാണ്. അതാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, നിന്റെ ബോഡിയെ നീ സ്നേഹിക്കണം എന്ന്. അല്ലാണ്ട് നിന്റെ ബോഡിയിൽ നീ അഷെയിംഡ് ആയിട്ട് നടക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഒരിക്കലും കൾച്ചറലി നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഡോണ്ട് ഡു ദാറ്റ്. ആൻഡ് അഗൈൻ, ഈ പറഞ്ഞ പോലെ നീ അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരാണ് നിന്നെ നോക്കും, ആണുങ്ങളൊക്കെ കാണും എന്നുള്ളതാണ് നിന്റെ പ്രശ്നമെങ്കിൽ, വീണ്ടും നോക്കുന്നവരുടെ അല്ലേ പ്രശ്നം, ആണ് നോക്കാതിരിക്കുകയല്ലേ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ലോക്ക്ഡൌൺ സമയത്ത് ഒരുപാട് കൂട്ടുകാരികൾ പറഞ്ഞ് കേട്ടൊരു പ്രശ്നമാണ്, വീട്ടിൽ കംഫർട്ടബിൾ ആയിട്ടൊരു ഷോർട്ട്സ് ഇട്ട് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അതിനും കേൾക്കുന്ന ആർഗ്യുമെന്റ് വീട്ടിൽ ആണുങ്ങളുള്ളതാ അല്ലെങ്കിൽ ആണുങ്ങൾ കാണും എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ട്, അവളെ ഷോർട്ട്സ് ഇട്ട് നടക്കുകയാണെങ്കിൽ അവളെ മറ്റൊരു രീതിയിൽ ആ വീട്ടിനകത്ത് ആണുങ്ങൾ നോക്കാൻ പാടില്ല, നോക്കരുത്, നോക്കില്ല. ഇനി പുറത്തുനിന്ന് വരുന്ന ഒരാൾ നിങ്ങളുടെ മകൾ അങ്ങനെ നോക്കും എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, നിങ്ങളുടെ മകളെ അങ്ങനെ സെക്ഷലൈസ് ചെയ്ത് നോക്കുന്ന ഒരാളെ എന്തിനാണ് വീട്ടിൽ കയറ്റുന്നത്? ആളിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഡോണ്ട് ഡു ദാറ്റ്. ആൻഡ് അവസാനത്തെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആയ പോയിന്റ് ആണ്, ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, പെൺകുട്ടികൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്നുള്ള പോയിന്റ്. ഓക്കെ, ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ്, 2 വീലറും 4 വീലറും ഓടിക്കുന്നതാണ്. അപ്പോൾ റോഡിൽ പോകുന്ന സമയത്ത് സെന്റർ ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ സൈഡ് തരാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വണ്ടി ഓടിക്കുന്ന സ്ത്രീകളെ ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കൂടി ആലോചിക്കണം. നമ്മൾ പയ്യന്മാർ എപ്പോഴാണ് വണ്ടി ഓടിക്കാൻ പഠിക്കുക? +2-ലോ 10-ലോ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ചേട്ടനോ കൊണ്ടുവയ്ക്കുന്ന ബൈക്ക് ആദ്യമായിട്ട് എടുത്ത് ഓടിച്ച് പഠിക്കുന്നതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ്. പെൺകുട്ടികൾക്കോ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന ശേഷം ഭർത്താവിന്റെ അമ്മയ്ക്ക് വല്ല മാർക്കറ്റിൽ പോകാനോ അല്ലെങ്കിൽ പിള്ളേരെ സ്കൂളിൽ വിടാനോ ആവശ്യമുണ്ട് എന്നുള്ള സമയത്ത് 23, 24, 25 വയസ്സിൽ ഭർത്താവ് വാങ്ങി കൊടുത്തൊരു വണ്ടിയിൽ അവിടെയുള്ള ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിച്ച് കഷ്ടപ്പെട്ടായിരിക്കും ആദ്യമായിട്ട് വണ്ടി ഓടിച്ചു തുടങ്ങുക. അപ്പോൾ ഈ 26-ാം വയസ്സിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്ക് 12-ാം വയസ്സിലെ വണ്ടി ഓടിച്ച് നടക്കുന്ന പയ്യന്മാർക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ചെറിയ പ്രായത്തിലെ വണ്ടി ഓടിച്ച് നടക്കുന്ന പെൺകുട്ടികൾക്ക് അതിൻ്റെതായ എക്സ്പീരിയൻസ് ഉണ്ടാവും. സാൻഡ്ര സജിജോണിനെ റേസ് ചെയ്ത് തോപ്പിക്കാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് അവിടെയുള്ള ആർക്കും പറ്റിയിട്ടില്ല. സോ ഇറ്റ്സ് നോട്ട് എ ജെൻഡർ തിങ്, അതൊരു എക്സ്പീരിയൻസിന്റെ തിങ് ആണ്. അപ്പോൾ ഒരു ജെൻഡറിനെ മൊത്തത്തിൽ നിങ്ങളിങ്ങനെ ജനറലൈസ് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നതിന് മുമ്പൊന്ന് ആലോചിക്കണം, ആ ജെൻഡറിനെ അങ്ങനെ ആക്കിയത് അല്ലെങ്കിൽ സ്ത്രീകളെ ഈ ലിമിറ്റേഷൻസിന്റെ എല്ലാം ഉള്ളിൽ തളച്ചിട്ട് അവർക്ക് തന്നെ ലിമിറ്റേഷൻസ് ഉണ്ടാക്കിയത് നമ്മളൊക്കെ തന്നെയാണ്. എന്നിട്ട് അതിന്റെ പേരിൽ അവർ ആക്ട് ഔട്ട് ചെയ്യുമ്പോൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് മാറ്റണം എന്ന് പറയുന്നവരെ ഫെമിനിച്ചി എന്ന് വിളിച്ച് കളിയാക്കുക. Pretty stupid if you ask me. So before you make a generalized statement, എന്തുകൊണ്ട് ഇതുണ്ടാവുന്നു എന്നൊന്ന് ചിന്തിക്കണം. അതാണ് ഇതിന്റെ പോയിന്റ്, അത്രേ ഉള്ളൂ. സോ ഇതുപോലെ പെണ്ണായി പിറന്നത് കൊണ്ട് കേൾക്കേണ്ടി വന്നിട്ടുള്ള കുറെ ദേഷ്യം വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഞാനൊരു ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറഞ്ഞുള്ള എക്സ്പീരിയൻസസ് എനിക്കുള്ളൂ, അത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയതും. സോ ഇഫ് യു ഹാവ് യുവർ ഓൺ ഒപ്പീനിയൻസ് അബൌട്ട് ഇറ്റ്, കമന്റ് ബിലോ and talk to your friends about this and let me know. Okay, thank you.